ഒരുപാട് കുട്ടികൾ ചോദിക്കലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടിന്യൂസ് എക്സാം വരുന്ന സമയത്ത് ശരിക്കും ഗ്രാജുവേഷൻ അല്ലെങ്കിൽ SSLCക്ക് ചില സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരുന്നുണ്ടാവും. അപ്പം എങ്ങനെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യാന്നൊക്കെ ചോദിക്കലുണ്ട്. ശരിക്കും കൺഫ്യൂഷൻ ആവും കുറേ സബ്ജക്റ്റ് ഇരുന്ന് പഠിക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കുക. അതായത് എക്സാം ടൈം ടേബിൾ കിട്ടി നമുക്ക് സ്റ്റഡി ലീവ് കിട്ടുമല്ലോ, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച സ്റ്റഡി ലീവ് കിട്ടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസം ഓരോ സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വയ്ക്കുക. എന്നിട്ട് അത് മാത്രം പഠിക്കുക. ഓൾമോസ്റ്റ് ഈ 2 ദിവസം കൊണ്ട് നമ്മളുടെ റിവിഷൻ മൊത്തം തീരും. ഓക്കെ, ഇത് ഈ ഒരു ത്രൂ ഔട്ട് ഫുൾ ഇയർ പഠിക്കാണ്ട് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്കുള്ളതാട്ടോ. അതേസമയം കണ്ടിന്യൂസ് റിവിഷനൊക്കെ കഴിഞ്ഞുള്ള കുട്ടികൾക്ക് എല്ലാ ദിവസവും പഠിച്ച് അല്ലെങ്കിൽ വീക്കിലി റിവിഷനും മന്ത്ലി റിവിഷനൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് ശരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തു നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പക്ഷേ ഇത് ആദ്യം മുതൽ എക്സാമിന് ആനുവൽ എക്സാമിൻ്റെ സ്റ്റഡി ലീവിനാണ് പഠിച്ചു തുടങ്ങുന്നത് എന്നുള്ള കുട്ടികൾക്കുള്ള ടിപ്സാണ്. അതെന്താ വെച്ചാൽ സ്റ്റഡി ലീവിന് നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഒരു സബ്ജക്റ്റിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമിൻ്റെ തലേന്നത്തെ ദിവസം ഇപ്പം നാളെയാണ് എക്സാം ഉച്ചയ്ക്കാണെന്ന് വയ്ക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നാളത്തെ എക്സാമിൻ്റെ മാത്രം പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് രാത്രി ഞാൻ 11:30 വരെയൊക്കെ പഠിക്കും. 11:30 വരെ പഠിച്ചിട്ട് നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങുക. ഒരു 6 മണിക്കോ അല്ലെങ്കിൽ 6:30ക്കോ എഴുന്നേൽക്കുക. ഞാൻ ശരിക്കും ഒരു ഏർലി ബേർഡല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ നൈറ്റ് കുറേ സമയം ഇരുന്ന് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും ചിലപ്പം എഫക്റ്റീവ് ആവുന്നത് ചിലവർക്ക് രാവിലെ നേരത്തെ എണീച്ചിരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് നേരത്തെ എണീച്ചിരുന്ന് പഠിക്കാം. അല്ല, രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുന്നവർക്ക് അങ്ങനെയും പഠിക്കാം. ഓക്കെ, അത് ഓരോരുത്തർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചിരിക്കും. എനിക്ക് രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുന്നതാണ് ഇഷ്ടം, അതാണ് എഫക്റ്റീവ്. അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു കംഫേർട്ട് അനുസരിച്ച് ചെയ്യാം. അപ്പം രാത്രി തലേന്ന് നമ്മൾ ഫുള്ള് ആ സബ്ജക്റ്റ് പഠിക്കാം. നാളെ ഉച്ചയ്ക്കാണ് എക്സാം എന്ന് വെച്ചൊരു 11 മണി വരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മുറ്റത്തിരുന്നിട്ടാണ് പഠിക്കുക. മുറ്റത്തിരുന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ അടുത്തുകൊണ്ട് വയ്ക്കും, വെള്ളം അടുത്തുകൊണ്ട് വയ്ക്കും. എന്നിട്ട് ആ സൺലൈറ്റ് ഇങ്ങനെ വളരെ അതായത് ഒരു 6:30ക്കൊക്കെ ആ മുറ്റത്തിരുന്നാൽ ഞാൻ എഴുന്നേൽക്കുന്നത് ശരിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേൽക്കും. എന്നിട്ട് ആ പഠിച്ചതൊക്കെ നടന്നിട്ട് ഞാൻ ഇങ്ങനെ റീകോൾ ചെയ്തിട്ട് പറയും. അല്ലെങ്കിൽ ചുമരിന് അതായത് ഈ ഓരോ ചുമരിൻ്റെ അടുത്ത് പോയിട്ട് അത് കുട്ടികളാണെന്ന് സങ്കല്പിച്ചിട്ട് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും. എന്നിട്ട് അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കണ പോലെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്നിട്ട് ഞാൻ തന്നെ അതിന് ആൻസർ പറയും. ഏതാ പോയിൻറ്റ്സ് വിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ റിവൈസ് ചെയ്യും. അല്ലാണ്ട് എഴുതി പഠിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. എഴുതി പഠിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. അതായത് നമ്മൾ കണക്ട് ചെയ്ത് ഒരു ഗ്രാഫൊക്കെ എഴുതി കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഓർമ്മ നിൽക്കും. ഗ്രാജുവേഷനൊക്കെ ഒരുപാട് എസ്സേസ് ഒക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓരോ പോയിൻറ്റ്സും ചെറിയ ചങ്ക്സ് ആക്കിയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എസ്സേസ് ഒക്കെ നല്ല രീതിയിൽ ഓർമ്മ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം നാളെ ഒരു എക്സാം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഫുള്ള് ആ എക്സാമിനുള്ള പഠിക്കുക. നാളെ ഉച്ചയ്ക്കാണെങ്കിൽ ഒരു 11 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാം ഹാളിൽ പോയിട്ട് ഓവർ ഡിസ്കസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. നമ്മൾ കാമായിട്ടിരിക്കുക. എക്സാമിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ മൈൻഡ് റിലാക്സ് ആവണം. എന്നാൽ മാത്രമാണ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പഠിച്ചതൊക്കെ. അല്ലെങ്കിൽ ഓവർ സ്ട്രെസ്സ് നമുക്ക് കൂടിയെന്ന് വെച്ചാൽ ആൻസൈറ്റി ആയിട്ടതൊക്കെ മറന്നു പോകും. പിന്നെ എക്സാമിന് തൊട്ട് മുമ്പ് 4-4-4 ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതായത് ഒരു 4 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഹെയിൽ ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് എക്സെയിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് പഠിച്ചതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നല്ല രീതിയിൽ വൃത്തിക്ക് നമ്പറിട്ട് എഴുതുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആലോചിച്ചിരുന്ന് എഴുതുക. എന്നിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടുപോകരുത്. എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. അതിനോട് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ളൊരു ആൻസർ എഴുതി വയ്ക്കുക. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോകരുത് എന്നുള്ളതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരുന്ന സമയങ്ങൾ നമ്മൾ ഓരോ ചാപ്റ്ററിനും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും നമ്മൾ സ്പെസിഫിക് ടൈം കൊടുക്കുക. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ ഓരോ ഗോൾ സെറ്റ് ചെയ്യുക നമുക്ക് വേണ്ടിയിട്ട്. ഇന്ന് 8 മണിക്കൂർ ഇരുന്ന് പഠിക്കും, എന്തൊക്കെ ആണ് നമ്മൾ കവർ ചെയ്യാൻ പോണത് എന്ന്. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുമോ എന്നുള്ളത് കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മൾ അത് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ അതെന്താണ് നമ്മൾ ടെക്സ്റ്റ് തുറന്ന് നോക്കുക. അങ്ങനെയുള്ള കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് റിവിഷൻ തീർക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്.